നമ്മുടെ അഡ്വാൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ഒരു അക്കൗണ്ടിങ് ഏരിയ ആണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വളരെ കുഞ്ഞൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ തന്നെയാണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന്. നമുക്ക് ആ ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പ്രൊആക്റ്റീവ്, എന്താണ് റിയാക്റ്റീവ് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം എന്താണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. Proactive accounting refers to an approach where accountants and financial professionals actively participate and address financial issues before they become significant problems. എന്താ പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ്. ഒരു കാര്യം, ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുന്നതിന് മുമ്പ് അതിനെ സോൾവ് ചെയ്യുന്നതും അത് ഉണ്ടാവാതിരിക്കാനുള്ള മെഷർ നോക്കുന്നതും രണ്ടാണല്ലേ. കൂടുതൽ എഫക്റ്റീവ് ഏതാണ്? ആ പ്രോബ്ലം വരും എന്ന് കണ്ടുപിടിച്ച് അതിന് മുമ്പേ ഒരു മെഷർ എടുക്കുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. അല്ലാതെ ആ പ്രോബ്ലം വരുന്നത് വരെ കാത്തിരുന്ന് ആ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് അതുണ്ടാവാൻ, ഇങ്ങനൊരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ, പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനുള്ള കൗണ്ടർ മെഷേഴ്സ് എടുക്കുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുപോലുള്ളൊരു അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറ്റ് ഈസ് എൻ അപ്രോച്ച്. ഇവിടെ എന്താ ചെയ്യുന്നത്? അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ചെറുതായിട്ട് വരുന്ന ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നതിന് മുമ്പ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരത് കണ്ടുപിടിക്കുകയാണ്, ഇന്നൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, ഭാവിയിൽ അത് ഇന്നൊരു വലിയൊരു പ്രശ്നമായി മാറിയേക്കാം, അത് ഇപ്പോഴേ നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള പ്രിവെൻഷൻ എടുക്കുക. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ടൻസും ഫിനാൻഷ്യൽ പ്രൊഫഷണൽസും ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ അപ്രോച്ച് വെയർ അക്കൗണ്ടൻസ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊഫഷണൽ ആക്റ്റീവ്ലി ആൻറ്റിസിപ്പേറ്റ്. അവരെന്ത് ചെയ്യുന്നു? ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ. അതെന്താവുന്നതിന് മുമ്പ്, ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലം ആകുന്നതിന് മുമ്പ് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് കണ്ടുപിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. Instead of simply reacting to past data and events, proactive accounting involves planning, forecasting, and advising clients or organizations on strategies to improve financial performance, manage risk, and കംപ്ലൈ വിത്ത് റെഗുലേഷൻ. എന്താ നമ്മൾ സാധാരണ നോർമൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണം. അതായത് നമ്മൾ എന്തൊക്കെ ചിലവുകൾ വന്നു, എന്തൊക്കെ വരുമാനങ്ങൾ വന്നു, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും പാസ്റ്റ് ഡേറ്റയാണ് നമ്മൾ നോർമൽ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ പാസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഇവൻസിനെ വെച്ചിട്ട് നമ്മൾ അതിനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നോർമൽ അക്കൗണ്ടിങ്. പക്ഷേ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിനകത്ത് എന്താ? നമ്മൾ വരാൻ പോകുന്ന കാര്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഒരു പ്ലാനിങ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്? ഒരു ഫോർകാസ്റ്റിംഗ്. ഇന്ന ചിലവുകൾ വരാം, ഇന്ന പ്രശ്നങ്ങൾ വരാം, അതിനെ ഇങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഫോർകാസ്റ്റിങ്ങും ഒരുപാട് പ്ലാനിങ്ങും ഒക്കെ എവിടെ ഉണ്ടാവും? പ്രോ ആക്റ്റീവ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവും. അത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ? നമ്മുടെ ക്ലയൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെയോ നമുക്ക് ഭാവിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്ലയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിനെയൊക്കെ നമുക്ക് അറിയിക്കാം. ഇന്ന പെർഫോമൻസ്, ഇന്ന കാര്യങ്ങളിനകത്ത് ഇവിടെ പ്രശ്നമുണ്ട്, ഇതേ കണക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇന്ന ക്രൈസിസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കണം. നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, റിസ്ക് കുറയ്ക്കണമെങ്കിൽ, നമ്മുടെ റൂള് കംപ്ലൈ ചെയ്ത് നമുക്ക് പോകണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഫോളോ ചെയ്തിരിക്കണം? പ്രൊആക്റ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റിംഗ് അക്കൗണ്ടിങ് ചെയ്യണം, നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യണം. Proactive accounting allows you to manage your business finance effectively, make the right decisions and maximize your profit. Very important point. എന്താ? പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് നമ്മുടെ ബിസിനസ് ഫിനാൻസ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഇത്രത്തോളം ഫണ്ട് ഉണ്ട്, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് നമ്മൾക്ക് ഇതേപോലുള്ള പ്ലാനിങ് നടത്തും. അതായത് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇന്ന ക്രൈസിസ് നമുക്ക് ഉണ്ടാവാം, അതിനെ ഇങ്ങനെയൊക്കെ
ടാക്കിൾ ചെയ്യാം, അതിന് ഇത്രയൊക്കെ ഫണ്ട് നമുക്ക് ആവശ്യമാണ്, ഈ ഫണ്ട് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കയ്യിലിരിക്കുന്ന ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഫോക്കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് നേരത്തെ മുൻകൂട്ടി നമ്മൾ അഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഫണ്ട്സ് ആവശ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം, നേരത്തെ അറിയാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫിനാൻസ് നമ്മൾ എന്ത് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തില്ല. സോ നമുക്ക് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിലുള്ള ഫിനാൻസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും കറക്റ്റ് ഡിസിഷൻസ് എടുക്കാനും അതുവഴി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാം. എന്താ, നമുക്ക് നേരത്തെ കൂട്ടി നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെ തീരുമാനങ്ങൾ എടുത്താൽ അത് നമ്മുടെ നല്ലതിനല്ലേ വന്ന് ഭവിക്കത്തുള്ളൂ. അപ്പോൾ എന്ത് വരും, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്. Proactive accountant provide timely information rather than giving information at the end. So it helps the businesses to take the decision at the right time. Proactive accountant എന്താ ചെയ്യുന്നത്, അവസാന നിമിഷം നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിച്ച് എല്ലാം കഴിഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷമല്ല നമുക്ക് പ്രൊആക്റ്റീവ് അക്കൗണ്ടൻറ്റ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അയാൾ എന്താ ചെയ്യുന്നത്, നേരത്തെ കൂട്ടി എല്ലാം അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാൾ നമുക്ക് നേരത്തെ കൂട്ടി ആ കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് തരും, മുന്നറിയിപ്പ് തരും. ഇന്ന ഒരു സംഭവം ഉണ്ടേ, ഇന്നൊരു കാര്യം ഉണ്ടേ, ഇന്നൊരു പ്രശ്നം, ഇന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഇവിടെ റൈസ് ആവുന്നുണ്ട്, ഇവിടെ ഇത്രയും ഷോർട്ടേജ് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി ടൈംലി ആയിട്ടുള്ള ഇൻഫോർമേഷൻ അയാൾ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും ബിസിനസ്സിന് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻറ്റ്യൂട്ട്, മയോപ്പ്, സെറോ. ഏതാണ്? ഇൻറ്റ്യൂട്ട്, മയോപ്പ്, സെറോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കൂടുതലായിട്ടും പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻറ്റ്യൂട്ട്, മയോപ്പ്, സെറോ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്. പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്, നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി അതിന് പ്രധാനമായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്നും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ നമുക്ക് തന്നെ പറയാൻ പറ്റും എന്താണ്, ഫോർവേഡ് ലുക്കിംഗ് ആണ്. ഫോർവേഡ് ലുക്കിംഗ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് അല്ലേ. എന്താ, നേരത്തെ കൂട്ടി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, അതായത് ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായേക്കാവെന്ന് നേരത്തെ കൂട്ടി തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നേരത്തെ കൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് എന്ത്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ് ഫിനാൻഷ്യൽ പ്ലാനിങ്. പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് emphasizes forecasting future financial trends, cash flows and potential risk. It involves budgeting, financial modeling and scenario analysis to prepare for various outcomes. എന്താ, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ട്രെൻഡ്സ്, ഭാവിയിൽ ഒരു മെഷീനറിക്ക് ഇത്രയധികം വില കൂടിയേക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇപ്പം നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഇത്ര രൂപയ്ക്കാണെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില ഡ്രാസ്റ്റിക് ആയിട്ട്, ഇൻവെൻട്രിയുടെ വില ഡ്രാസ്റ്റിക് ആയിട്ട് കൂടാം. സോ ഇപ്പോഴേ നമ്മളത് ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ അന്ന് നമുക്ക് അത്രയും കാശ് ലാഭിക്കാം. അപ്പോൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഫിനാൻഷ്യൽ ട്രെൻഡ്സ് അനലൈസ് ചെയ്യുക, ഭാവിയിൽ നമുക്ക് അങ്ങനെ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവുന്ന ക്യാഷ് ഫ്ലോസ് അനലൈസ് ചെയ്യുക, നമുക്ക് ഉണ്ടായേക്കാവുന്ന റിസ്ക് അനലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൽ കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്തൊക്കെ വരും, ബഡ്ജറ്റിങ്, അതായത് നമുക്ക് ആക്ച്വലി നമുക്ക് ഫോക്കാസ്റ്റ് ചെയ്യാം, നമുക്ക് ഭാവിയിൽ ഇന്ന സാധനം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര രൂപ ചിലവഴിക്കാം, പക്ഷേ അത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്ര രൂപ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ മോഡലിംഗ്, ഇന്ന സോഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്താൽ നമുക്ക് ഇന്ന ഉപകാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇത്ര ഫണ്ട് ആവശ്യമായിട്ട് വരും, അത് ഇന്ന സോഴ്സിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സെനേറിയോ അനാലിസിസ്, അതെല്ലാം നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൽ ചെയ്യാൻ സാധിക്കും. അടുത്തത് രണ്ടാമത്തെ ഫീച്ചറാണ് മാനേജ്മെൻറ്റ്. ഐഡൻറ്റിഫൈയിങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ഫിനാൻഷ്യൽ റിസ്ക് ബിഫോർ ദേ അറൈസ് ഈസ് എ കോർ എലമെൻറ്റ്. This include recognizing vulnerabilities in areas such as liquidity, market conditions, regulatory compliance, operational inefficiencies. എന്താ, നമ്മളിങ്ങനെ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഒക്കെ പ്രോപ്പർലി ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക്
ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഫിനാൻഷ്യൽ റിസ്ക് എല്ലാം നമുക്ക് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഒരു വളരെ വലിയ കാര്യമാണല്ലേ. നമുക്ക് ഉണ്ടായേക്കാവുന്ന, നമുക്ക് ചിലപ്പോൾ ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇന്ന സാധനത്തിന് വില കൂടിയേക്കാം, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും ഫണ്ട് ഉണ്ടാവണം എന്നില്ല ആ സമയത്ത്. ഇതെല്ലാം നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് അത് നല്ല കാര്യമല്ലേ. സോ ഇങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ, നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി, ചിലപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് അസറ്റ് മുഴുവൻ നമ്മളെടുത്ത് അന്നേരം ഉപയോഗിക്കേണ്ടി വരും. മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് അനുകൂലമല്ലാതാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മുടെ റൂൾസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നേരത്തെ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നു നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക്കും കാര്യങ്ങളും എല്ലാം നേരത്തെ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, മാർക്കറ്റ് കണ്ടീഷൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാം, റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ഇൻഎഫിഷ്യൻസീസ് വരുവാണെങ്കിൽ അതിനെയും ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ real-time monitoring. Proactive accounting makes use of real-time data, tackling and financial metrics. This helps accountants and business leaders to make timely decisions based on the latest available information. നമ്മൾ പറഞ്ഞു proactive accounting എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഫോർവേഡ് ലുക്കിംഗ് ആണ്, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് എന്ത് വേണം, നമ്മുടെ റിയൽ ടൈം ഡേറ്റ നമുക്ക് വേണം. ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ കമ്പനിയുടെ ഡേറ്റ വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഭാവിയിൽ ഇത്ര ചിലവുകൾ, ഇപ്പം ഈ സ്റ്റോക്കിന് എത്ര വിലയുണ്ടെന്ന് നമ്മൾ നോക്കുക. നിലവിൽ ഈ ഇൻവെൻട്രിക്ക് ഈ മാർക്കറ്റിൽ ഇത്ര രൂപയാണ് ഉള്ളത്. ഓക്കെ, ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ ഇൻവെൻട്രിക്ക് ഷോർട്ടേജ് വരാം. നമ്മൾ തന്നെ ഈ വെജിറ്റബിൾസിലൊക്കെ ഭയങ്കര ചേഞ്ച് വരാറില്ലേ. ഇടയ്ക്കൊക്കെ ഈ തക്കാളി സ്വർണ്ണത്തിൻ്റെ വില എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, തക്കാളി വാങ്ങിക്കുന്നതും സ്വർണ്ണം വാങ്ങിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻവെൻട്രി ഐറ്റംസും കാണും. പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് വില കൂടുന്നു, അങ്ങനെ ഉണ്ടാവും. അപ്പം ഇതേപോലെ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ചെയ്താലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. എന്താ, ഇത് 3-4 മാസം കഴിയുമ്പം ഈ ഒരു ഐറ്റം, ഈ ഒരു റോ മെറ്റീരിയൽ ഇവിടെ കിട്ടാതാവും, അന്നേരം ഇതിൻ്റെ വില കൂടും, അന്നേരം ആ വിലയ്ക്ക് നമ്മൾ മേടിക്കേണ്ടി വന്നാൽ നമ്മുടെ കമ്പനിക്ക് നഷ്ടം വരും. സോ അത് നമ്മൾ ഇപ്പോഴേ വാങ്ങി സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഡേറ്റ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, റിയൽ ടൈമിൽ നമ്മുടെ കമ്പനിയുടെ പൊസിഷൻ അറിഞ്ഞിരിക്കണ്ടേ. ഇപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ പറ്റുമോ, ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ പൊസിഷൻ എങ്ങനെയാണ്, ലിക്വിഡിറ്റി ഉള്ള പൊസിഷനാണോ, നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണോ. സോ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഫോർകാസ്റ്റിംഗ് മാത്രമല്ല, നമ്മുടെ റിയൽ ടൈം മോണിറ്ററിങ്ങും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് അടുത്ത ഫീച്ചറാണ്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഇൻസ്റ്റെഡ് ഓഫ് just recording past financial transactions, proactive accounting provides insights that inform strategic decision. It aligns financial goals with broader business objectives to enhance profitability and growth. എന്താ, നമ്മൾ നോർമൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ നേരത്തെ കഴിഞ്ഞു പോയ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതല്ലല്ലോ നമ്മുടെ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ നോർമൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം നോക്കി ജസ്റ്റ് അത് റെക്കോർഡ് ചെയ്ത് പോവും. അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങും കൂടി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന അടുത്ത ഒരു വർഷം ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ടൈം എഫക്റ്റീവായിട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള വേണമെങ്കിൽ കുറേ സ്ട്രാറ്റജീസ്, കുറേ തന്ത്രങ്ങൾ നമുക്ക് മെനയാൻ പറ്റും അല്ലേ. ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായേക്കാം, അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ഓക്കെ ആവും. അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി continuous process improvement. It involves regularly reviewing and improving accounting processes, financial systems and internal controls. This ensures that financial operations are efficient, cost effective and capable of supporting business scalability. എന്താ, നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യണമെങ്കിൽ, നമ്മൾ ഭാവിയിലെ കാര്യം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം നിലവിലുള്ള നമ്മുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാലല്ലേ, ഇപ്പം നടക്കുന്നത് എന്തെന്ന് അറിഞ്ഞാലല്ലേ ഇതുമായി ബന്ധപ്പെട്ട് നാളെ എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ
ഈ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ നമ്മുടെ പ്രോസസ്സുകളെല്ലാം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു, ഇത് ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, സോ ഇത് മാറ്റി ചെയ്യണം. അപ്പോൾ നമുക്കത് ഓരോ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കും, നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം, നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് ഇതെല്ലാം പ്രോപ്പറായിട്ടാണോ ഉള്ളത്, നമ്മൾ കറക്റ്റായിട്ടുള്ള സിസ്റ്റം ആണോ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ, അതൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. കാരണം എന്താ, ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ കഥ എന്താണെന്ന് അറിയണം അല്ലേ. ഇപ്പോഴത്തെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ അത് എന്ത് ചെയ്യണം, റിയൽ ടൈം മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കണം. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഈ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി റെഡിനെസ്. Proactive accounting ensures that a business is always compliant with current accounting standards, tax regulations, and other legal obligations. Accountants anticipate changes in regulations and prepare accordingly to avoid penalty or disruptions. എന്താ, നമ്മളിങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിലെ കാര്യം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ അത് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ശരിയായിട്ടാണോ എല്ലാം ചെയ്യുന്നത് എന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിങ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണോ, ടാക്സ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണോ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ, നമ്മളെല്ലാം റെഗുലേറ്ററി ലോ അനുസരിച്ച് തന്നെയാണോ നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, നമ്മളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്കത് തിരുത്താൻ പറ്റും അല്ലേ. നമ്മൾ ഭാവിയിലേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിയൽ ടൈം മോണിറ്ററിങ് നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ, ടാക്സ് റെഗുലേഷൻസ് അനുസരിച്ചാണോ, ലീഗൽ കംപ്ലയൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിച്ച് വലിയ വലിയ പെനാൽറ്റീസിൽ വരുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ത്, ഈ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ ഫുൾ ടൈം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ നമുക്കറിയാം, അയ്യോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ വലിയ പെനാൽറ്റി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്യും, അതിനപ്പോഴേ ടാക്കിൾ ചെയ്യും. സോ ഇതുപോലുള്ള വലിയ വലിയ പെനാൽറ്റീസ് ഒക്കെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനകത്ത് മാറ്റം വരുത്താൻ നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റഗ്രേഷൻ വിത്ത് ടെക്നോളജി. അടുത്തൊരു ഫീച്ചറാണ് ഇൻ്റഗ്രേഷൻ വിത്ത് ടെക്നോളജി. Leveraging accounting software, AI, and data analytics for automation, fraud detection, and better decision making is key. Technology helps identify financial trends, track performance, and automate routine tasks. And proactive accounting കൂടുതലും ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലേ, ഇന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ, നമ്മുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യണമെങ്കിൽ കൂടുതലും എന്ത് തന്നെ വേണം, ഈ പറയുന്നത് പോലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസും സിസ്റ്റവും ടെക്നോളജി എല്ലാം ഉണ്ടെങ്കിലേ പറ്റി. ഇതൊരിക്കലും ഒരു ഹ്യൂമൻ ബേസ്ഡ് മാത്രമായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് ട്രെൻഡ് അനാലിസിസിനും ഇതിനുമൊക്കെ നമുക്ക് എന്ത് വേണം, ടെക്നോളജിയുടെ ഹെൽപ്പ് കൂടിയേ തീരത്തുള്ളൂ. സോ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ടെക്നോളജി. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്തൊരു ഫീച്ചറാണ് കൊളാബറേറ്റീവ് അപ്രോച്ച്. എന്താ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊളാബറേറ്റീവ് അപ്രോച്ച് എന്നുകൊണ്ട് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രൊആക്റ്റീവ് അക്കൗണ്ടൻസ് വർക്ക് ക്ലോസ്ലി വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് broader business goals and how accounting can support them. This collaboration helps in aligning financial operations with other business functions like marketing, operations and HR. എന്താ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൊളാബറേറ്റീവ് അപ്രോച്ച്. ബിക്കോസ് നമുക്കറിയാം, ഭാവിയിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ പ്യുവർലി അക്കൗണ്ടിങ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അവിടെ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ, മാർക്കറ്റിംഗ് ഉണ്ടോ, ഓപ്പറേഷൻസ് ഉണ്ടോ, HR ഉണ്ടോ, എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അവരുമായിട്ടെല്ലാം അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്, അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താലേ നമുക്ക് ഭാവിയിലേക്കുള്ള പ്ലാനിങ് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. സോ
പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൊളാബറേറ്റീവ് അപ്രോച്ച്. ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് ഗോൾ എന്താണെന്നും എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്നും നമുക്കറിയാൻ പറ്റും. നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ HR ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് എ കൊളാബറേറ്റീവ് അപ്രോച്ച്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഇത്രയാണുള്ളത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇതൊക്കെ. ഇറ്റ്സ് എ കൊളാബറേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു. പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് ആണ്, ശരിയോ തെറ്റോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ അറിയണമെങ്കിൽ ഈ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടാണ് ഈ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അടുത്തതാണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും അഡ്വാൻറ്റേജസിലും ഡിസഡ്വാൻറ്റേജസിലും ഒക്കെ കയറി വരും. സോ അത് വീണ്ടും 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 പറഞ്ഞിട്ട് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, പോയിന്റ്സ് പറഞ്ഞു പോത്തേ ഉള്ളൂ. സോ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണ്? കൊളാബറേറ്റീവ് അപ്രോച്ചാണ്. ഇച്ചിരി മുമ്പ് പറഞ്ഞതാ. ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു കൊളാബറേറ്റീവ് അപ്രോച്ച് ആണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് അപ്രോച്ച് ആണ്. അത് തന്നെയാണ് എന്തിൽ വരുന്നത്, അഡ്വാൻറ്റേജിലും വരുന്നത്. കാരണം എന്താ, പ്രൊആക്റ്റീവ് അക്കൗണ്ടൻസ് അക്കൗണ്ടിങ്ങിൽ മാത്രം, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം നിന്ന് വർക്ക് ചെയ്താൽ അവർക്ക് പ്ലാൻ ചെയ്യാനോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനോ അഡ്രസ്സ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അവർക്ക് കമ്പനിയെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലാതെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം കമ്പനിയെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ടൈമിലി ഡിസിഷൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ അവരെന്ത് വേണം, അവർ കമ്പനിയിലുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ, HR, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവിടുത്തെ ആക്ടിവിറ്റീസും എല്ലാം അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എപ്പോഴും പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ്. ബിക്കോസ് ദേ ആർ ക്ലോസ്ലി വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്തിനു വേണ്ടിയിട്ട്? ടു അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് ഗോൾസ് ആൻഡ് ഹൗ അക്കൗണ്ടിങ് ക്യാൻ സപ്പോർട്ട് ദോസ് ഗോൾസ്. അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്നാണ് ഇംപ്രൂവ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇംപ്രൂവ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്താ? നമ്മുടെ ഫിനാൻഷ്യൽ, ഞാൻ പറഞ്ഞു പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലേ എന്താണ്, ഫ്യൂച്ചറായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തോരം ഫണ്ട് ആവശ്യമായിട്ട് വരും, ഫ്യൂച്ചറിൽ നമ്മുടെ ഫിനാൻഷ്യൽ ട്രെൻഡ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി നമുക്കിതൊക്കെ എങ്ങനെ, ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇത്രയും ഫിനാൻഷ്യൽ നീഡ് ഉണ്ട്, ഇത്രയും ഫണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരും എന്ന് അറിയാമെങ്കിൽ ഈ ഫണ്ട് എവിടെ നിന്ന് റേസ് ചെയ്ത് എടുക്കാമെന്നും കൂടി നമുക്ക് ആലോചിക്കാമല്ലോ. ചിലവ് കുറച്ച് ഇത്രയും ഫണ്ട് നമുക്ക് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാം എന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആവാൻ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതാണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്സ് ബിസിനസ്സസ് ആൻറ്റിസിപ്പേറ്റ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ നീഡ്സ്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഫിനാൻഷ്യൽ നീഡ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രെൻഡ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുവഴി എന്തിനു സഹായിക്കുന്നു? ബെറ്റർ ലോങ് ടേം പ്ലാനിങ്ങിനും സഹായിക്കുന്നതാണ്. ദിസ് ലീഡ്സ് ടു മോർ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബെറ്റർ പ്രിപ്പറേഷൻ ഫോർ ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ്. എന്തൊക്കെ ചലഞ്ചസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അതെല്ലാം എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഡിസിഷൻസ് എല്ലാം എടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത അഡ്വാൻറ്റേജ് എന്താണ്? ഏർലി റിസ്ക് ഡിറ്റക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ. നമുക്ക് നേരത്തെ കൂട്ടി എന്തൊക്കെ റിസ്ക് ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ കാരണം എന്താണ്, നമ്മൾ കണ്ടിന്യൂസ്ലി റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തൊക്കെ റിസ്ക് അവിടെ ഉണ്ടാവും, അതെങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാം, ഇതെല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ബൈ ഐഡൻറ്റിഫൈയിങ് റിസ്ക് ഏർലി, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് അലൗസ് ഓർഗനൈസേഷൻസ് to take preventive measures, minimizing the chances of financial missteps, cash flow issues or compliance violation. എന്താ? നമുക്ക് ഭാവിയിൽ
ചിലപ്പോൾ ഇന്ന ഫിനാൻഷ്യൽ റിസ്കുകൾ ഉണ്ടായേക്കാമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്കതിനുള്ള ഉണ്ടാക്കാം പ്രിവെൻറ്റീവ് മെഷർ നമുക്ക് എടുക്കാൻ പറ്റും. എന്താ, അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാൽ നമുക്ക് ഫണ്ടിന് ഷോർട്ടേജ് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാം. ക്യാഷ് ഫ്ലോ ഇഷ്യൂ, അതായത് നമ്മളുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടാവാതിരിക്കുവാണെങ്കിൽ അത് അന്നേരം അവൈലബിൾ ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സോഴ്സ് നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇന്ന കാര്യം ചെയ്താൽ ഇന്നൊരു ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവുകയാണ്, അപ്പോൾ അന്നേരം നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് റൂളിനെതിരായി പോവും, സോ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു കാര്യം നമുക്ക് ചെയ്യാം. അങ്ങനെ എന്താ, നമുക്ക് നേരത്തെ കൂട്ടി നമുക്ക് വരാൻ പോകുന്ന റിസ്ക് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് വെക്കാൻ പറ്റും. സോ അത് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് എന്താണ്, ബെറ്റർ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ ആൻറ്റിസിപ്പേറ്റിംഗ് ക്യാഷ് ഫ്ലോ നീഡ്സ് and monitoring financial health in real time, companies can ensure they have necessary liquidity to handle expenses, invest in growth or weather downturns. എന്താ, നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന കാര്യങ്ങൾക്ക് ഇത്രയും ഫണ്ട് ആവശ്യമായിട്ട് വരും. സോ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി അനുസരിച്ച് നമുക്ക് അന്ന് അത്രയും ഫണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മുടെ കയ്യിൽ അന്ന് അത്രയും ലിക്വിഡ് ആയിട്ടുള്ള മണി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇപ്പം തന്നെ നമ്മുടെ ലിക്വിഡ് മണി എന്ന് പറയുന്നതിൻ്റെ സോഴ്സ് ഇങ്ങനെയൊക്കെയാണ്. സോ 2-3 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ നീഡ് അവിടെ ഉണ്ടാവും. സോ അന്നത്തേക്ക് മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് കാണത്തില്ല. ഇത് നമ്മൾ നേരത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നമ്മൾ എന്ത് ചെയ്യും, അന്നേരം ലിക്വിഡ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സോഴ്സുകൾ നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിച്ച് വെക്കും, ഇല്ലേ? അന്നത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് മണി എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അതിനുള്ള മെഷേഴ്സ് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യും. എന്നിട്ട് നമ്മളത് ആ സമയമാകുമ്പം എക്സിക്യൂട്ട് ചെയ്യും. സോ നല്ലൊരു ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിയൽ ടൈമിലുള്ള ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ക്യാഷ് ഫ്ലോ എല്ലാം മനസ്സിലാക്കി അതിന് നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടോ, നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ഒക്കെയുള്ള ലിക്വിഡിറ്റി നമ്മുടെ കയ്യിൽ എങ്ങനെ ഉറപ്പ് വരുത്താമെന്നും കൂടി നമ്മൾ എല്ലാം ചെയ്തു വെക്കുന്നുണ്ട്. സോ അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാം നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചാൽ എന്താ, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ഫിനാൻഷ്യൽ റിസ്ക് നമ്മൾ നേരത്തെ കൂട്ടി കണ്ടതാണ്. സോ ഈ റിസ്കിനെ കവർ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ സ്റ്റെപ്സ് എടുക്കാൻ പോവുകയാണ്. സോ നമ്മൾ എന്താണ്, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് മാറുകയാണ്. എന്താ, നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ടെക്നോളജിയും ഓട്ടോമേറ്റഡ് സിസ്റ്റംസും എല്ലാം ഉണ്ട്. അതുവഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതെല്ലാം പരിഹരിക്കാനുള്ള മെഷേഴ്സ് എല്ലാം എടുത്ത് പരിഹരിച്ച് ടൈമിലി ഡിസിഷൻസ് എടുത്തത് പരിഹരിച്ച് മുന്നോട്ട് പോയി കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത അഡ്വാൻറ്റേജ് ആണ് എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താ, നമുക്ക് കുറച്ചും കൂടി നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. വിത്ത് ആക്യുറേറ്റ് അപ് ടു ഡേറ്റ് ഫിനാൻഷ്യൽ ഡേറ്റ ആൻഡ് ഫോർവേഡ് ലുക്കിംഗ് ഇൻസൈറ്റ്സ് ബിസിനസ് ലീഡേഴ്സ് ക്യാൻ മേക്ക് മോർ ഇൻഫോംഡ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. നമുക്ക് എന്താണ്, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റാസ് എല്ലാം ഉണ്ടായതുകൊണ്ട്, അതായത് നമ്മളുടെ അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അത് വെച്ച് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻസൈറ്റ്, ഫോർവേഡ് ലുക്കിംഗ് ഇൻസൈറ്റ് ഉണ്ടാക്കി, മീൻസ് നമുക്ക് നല്ല രീതിക്ക് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രാറ്റജിക് നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാനും പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് സഹായിക്കും. കാരണം നമ്മളെപ്പോഴും ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റ വെച്ചിട്ടാണ്, നിലവിൽ ഇപ്പോൾ ഉള്ള ഫിനാൻഷ്യൽ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഭാവിയിലുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്ത്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്.
This can lead to better allocation of resources, improved profitability and greater competitive advantage. എന്താ നല്ല നല്ല ഡിസിഷൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും, കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, നമുക്ക് റിസോഴ്സസ് ഒക്കെ കുറച്ചും കൂടി നല്ല സോഴ്സിൽ നിന്നും ബെറ്റർ സോഴ്സിൽ നിന്നും അലോക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ അതാണ് പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ കംപ്ലയൻസ് റെഡിനെസ്. Proactive accounting ensures that businesses are always prepared for regulatory changes and tax obligations. Staying compliant reduces the risk of fines, penalties or legal action. എന്താ നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തും എന്താ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലോയ്ക്ക് അടിസ്ഥാനമാക്കിയാണ്, അല്ലാതെ നമ്മൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്ത്. കാരണം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ റിയൽ ടൈമിൽ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നോക്കും ഇതെല്ലാം നമ്മൾ ലോ പ്രകാരമാണോ ചെയ്യുന്നത്, ടാക്സ് ഒബ്ലിഗേഷൻസ് എല്ലാം നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ, അതല്ല ഇതിന് വിരുദ്ധമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇതുപോലുള്ള റെഗുലേറ്ററി ചേഞ്ചസ്, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ വലിയ പെനാൽറ്റികൾ, ഫൈന്, കംപ്ലയിൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരാനും നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് അലൈൻമെൻറ്റ് വിത്ത് ബിസിനസ് ഗോൾസ്. പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് സപ്പോർട്ട്സ് broader business strategies by aligning financial management with long-term objectives. It enables more strategic investment and focus on sustainable growth. എന്താ നമ്മൾ ഇതേപോലെ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഫോളോ ചെയ്തിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിന് ഒരു അൾട്ടിമേറ്റ് ഗോളുണ്ട്. ഈ വർഷം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ഇത്ര സെയിലാണ്, അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റാണ്, ഇത്ര രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കണം എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് ഗോള്. സോ നമ്മൾ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് വെച്ച് നമ്മൾ റിയൽ ടൈം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ബിസിനസ് ഗോളുമായിട്ട്, ഈ ബിസിനസ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഇതുമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പോകാം, നമ്മുടെ നിലവിലുള്ള സിറ്റുവേഷൻസ് ആ ബിസിനസ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും, എങ്ങനെ ആ ബിസിനസ് ഗോളിലേക്ക് ഇത് അലൈൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അലൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താ, കാരണം നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്കറിയാം, നമ്മുടെ ഗോള് നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ ലെവലിൽ നിന്ന് ആ ഗോളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇതെല്ലാം റിവ്യൂ ചെയ്യണം. ഇപ്പോഴത്തെ നില എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ആരാ ചെയ്യുന്നത്? പ്രൊആക്റ്റീവ് അക്കൗണ്ടൻസ് ചെയ്യും, ഇല്ലേ? അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ഗോൾസിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആര് സഹായിക്കുന്നുണ്ട്, എന്ത് സഹായിക്കുന്നുണ്ട്? പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.